ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്നവനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ ചിന്തയിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് എബ്രായ ലേഖനം 13-ാം അധ്യായം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് വേഴ്സ് 7 7-ാമത്തെ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ചത്. അവിടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കിയത് ആരാണ് ഒരു ലീഡർ, ഒരു ലീഡറിൻ്റെ ക്വാളിറ്റി എന്താണ്. അതോടൊപ്പം തന്നെ നമ്മൾ പിന്നീട് മനസ്സിലാക്കിയത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ ലീഡർ അതെങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുവാനിടയായിത്തീർന്നത്. ഇന്ന് രാത്രി അടുത്ത വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഹീബ്രൂസ് ചാപ്റ്റർ 13 വേഴ്സ് 8 and 9 8-9 വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എബ്രായ ലേഖനം 13-ാം അധ്യായം 8-9 വാക്യം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. യേശു ക്രിസ്തുവിൻ്റെ മാറ്റമില്ലായ്മയാണ് നമ്മളിവിടെ കാണുന്നത്. ഇന്നലെ അവൻ അനന്യനായിരുന്നു, ഇന്ന് അവൻ അനന്യനാണ്, എന്നേക്കും അവൻ അനന്യൻ തന്നെയാണ്. വേദപണ്ഡിതന്മാർ പല കാലങ്ങളായിട്ട് ഈ 3 വാക്യത്തെ മൂന്ന് വാക്കുകളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്നലെ എന്ന് പറയുന്നത് യേശു ദൈവമായിരുന്നപ്പോൾ, ഇന്ന് എന്ന് പറയുന്നത് ഇന്ന് അരുമനാഥനാകുന്ന യേശു സ്വർഗത്തിൽ ശ്രേഷ്ഠ മഹാപുരോഹിതനായി ശുശ്രൂഷ ചെയ്യുന്നു. വരും കാലത്തേക്കാണ് എന്നേക്കും എന്നുള്ള വേർഡ് വെളിപ്പെടുത്തുന്നത്. എന്താണ് ഈ വാക്യത്തിൻ്റെ പ്രത്യേകത? പ്രധാനമായിട്ട് ഈ വാക്യത്തിന് മുകളിലുള്ള വാക്യത്തോടും താഴെയുള്ള വാക്യത്തോടും വളരെ ബന്ധമുള്ളതായിട്ട് കാണുവാൻ സാധിക്കും. അതിൻ്റെ 7-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. ആ വാക്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പഠിച്ചത് കഴിഞ്ഞ നാളുകൾ അവരെ ദൈവകൃപയിലേക്ക് നയിച്ച ദൈവദാസന്മാരെ അവരെ ഓർക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ദാസൻ അവരോട് ആലോചന പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ഇന്ന് അവരെവിടെ എന്ന് ചിന്തിക്കുമ്പോൾ ആ വേർഡ് പറയുന്നു അവരുടെ ജീവാവസാനം ഓർത്ത്. അപ്പോൾ ഈ ദൈവദാസന്മാരെല്ലാവരും, ഈ ലീഡേഴ്സ് എല്ലാവരും മരണത്താൽ മാറ്റപ്പെടുവാൻ കാരണമായി തീർന്നു, മരിച്ചു പോകുവാനായിട്ട് കാരണമായി തീർന്നു. മരിച്ചു പോയതായിരിക്കുന്ന സ്ഥാനത്ത് അങ്ങനെയുള്ള ഒരു ലീഡേഴ്സിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുടെ വിശ്വാസം അനുകരിപ്പാൻ പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ ദാസൻ വീണ്ടും വെളിപ്പെടുത്തുകയാണ്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നിങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്ന ലീഡേഴ്സിന് മാറ്റം വരുവാനായിട്ട് സാധിക്കും. എങ്കിലും മാറ്റം വരാത്തവനായിരിക്കുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് അരുമനാഥനാകുന്ന യേശുവാ. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളെ നടത്തിയ ലീഡേഴ്സിന്റെ നല്ല ക്വാളിറ്റിയാണ് നമ്മളിവിടെ കണ്ടത്. അവരുടെ ജീവാവസാനമോത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. അവരുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഇടയായിത്തീർന്ന നേതാക്കന്മാരെ നോക്കുവാൻ മാത്രമല്ല നമ്മളോട് അവിടെ പറഞ്ഞത്. അവരുടെ വിശ്വാസം നമ്മൾ അനുകരിക്കേണ്ടതായിരിക്കുന്ന സാഹചര്യം കടന്നു വരുമ്പോൾ പ്രധാനമായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, അവരിലല്ല നമ്മൾ ആശ്രയിക്കുവാൻ ഇടയായിത്തീരേണ്ടത്. അവരുടെ വിശ്വാസം നമ്മൾ അനുകരിക്കേണ്ടത് ആവശ്യമാണെങ്കിലും അവരെ അല്ല നമ്മൾ അനുകരിക്കേണ്ടത്. ശ്രദ്ധിക്കണം ആ വേർഡ്. ദൈവം തൻ്റെ മക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു ദൈവദാസനെയോ ഒരു നടത്തിപ്പുകാരനെയോ അനുകരിപ്പാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. നമുക്ക് അനുകരിപ്പാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് അരുമനാഥനാകുന്ന യേശു മാത്രമാണ്. യേശുവിനെയാണ് നമ്മൾ അനുകരിക്കേണ്ടത്. എന്നാൽ എന്ത് ചെയ്യുവാൻ സാധിക്കും? നമ്മളെ നടത്തുന്നതായിരിക്കുന്ന ദൈവദാസന്മാർ അവർ വിശ്വാസത്തിന് വേണ്ടി അവർ പോരാളികളായി തീർന്നുവെങ്കിൽ, വിശ്വാസത്തിൽ അവർ മരിക്കുവാൻ ഇടയായിത്തീർന്നുവെങ്കിൽ, അവരുടെ വിശ്വാസത്തിൻ്റെതായിരിക്കുന്ന പ്രവൃത്തി കണ്ട് ആ വിശ്വാസം നമുക്ക് അനുകരിക്കുവാനായിട്ട് സാധിക്കും. ആ വ്യക്തി ജീവിതത്തെ അനുകരിപ്പാനല്ല പറയുന്നത്. കാരണം ഏത് വ്യക്തികളെ അനുകരിക്കേണ്ടി വന്നാലും അവരുടെ ഒക്കെ ജീവിതത്തിൽ ചില കുറ്റങ്ങളോ കുറവുകളൊക്കെയും കാണുവാനായിട്ട് സാധിക്കും. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ നമ്മൾ പഠിച്ചൊരു ഭാഗമുണ്ട്. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റുപാട് നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടുക. തുടർന്ന് ദൈവദാസൻ പറയുന്നത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമാകുന്ന യേശുവിനെ നോക്കുക.
അപ്പോൾ 11-ാം അധ്യായത്തിൽ വിശ്വാസവീരന്മാരുടെ പട്ടികയെക്കുറിച്ച് പറഞ്ഞു. അവര് ചെയ്തതായിരിക്കുന്ന വലിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ദൈവത്തെ ദാസൻ പറയുകയാണ്, നിങ്ങൾ അവരെ അല്ല നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ നോക്കേണ്ടത് അരുമനാഥനാകുന്ന യേശുവിനെ മാത്രമാണ്. എന്താണ് ഈ വാക്യം വെളിപ്പെടുത്തുന്നത്? കഴിഞ്ഞ നാളുകൾ നമ്മുടെ ലീഡേഴ്സ് വിശ്വാസം അനുകരിപ്പാൻ കാരണമായി തീർന്നത് ദൈവം അവരോടുകൂടെ ഇരുന്നതാകുന്നുവെങ്കിൽ, യേശു അവരോടുകൂടെ ഇരുന്നതാകുന്നുവെങ്കിൽ, ദൈവത്തിന്റെ ദാസൻ പറയുവാനുണ്ട്, ഈ യേശു ഇന്നലത്തെ ദൈവം ഇന്നും അനന്യൻ തന്നെയാണ്. ഇന്നലെ എങ്ങനെ അവരോടുകൂടെ ഇരുന്നുവോ അതുപോലെ തന്നെ ഇന്ന് എന്നോടുകൂടെ ഈ ഇരിക്കുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു. യേശുക്രിസ്തുവിന് വ്യത്യാസമില്ല. യേശുക്രിസ്തുവിനെ ആത്മാർത്ഥമായിട്ട് ആര് സ്നേഹിക്കുന്നുണ്ട്, ആര് പിൻപറ്റുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അവരോട് കർത്താവായ യേശുക്രിസ്തു തുല്യമായിരിക്കും. ഒരു വ്യക്തിയോട് ഒരു വ്യത്യാസം കാണിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എത്രമാത്രം ദൈവത്തിന്റെ അടുക്കലേക്ക് പറ്റിച്ചേരുവാനായിട്ട് ആഗ്രഹിക്കുന്നുവോ, എത്രമാത്രം ദൈവത്തെ മാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുവോ, അതിനനുസൃതമായിട്ട് ദൈവം അവരെ മാനിച്ച് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. സത്യമാണോ? ദൈവത്തിന് പലരോടും ബന്ധപ്പെടുന്ന രീതിയിൽ വ്യത്യാസങ്ങളെ കാണുവാൻ സാധിക്കും. അരുമനാഥനാകുന്ന യേശു ലോകത്തിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ അടുക്കൽ അനുഗമിച്ചു മാറിയ ഒരു വലിയ കൂട്ടം ജനത്തെക്കാൾ യോഹന്നാൻ എന്നുള്ള ശിഷ്യന് ഒത്തിരി പ്രത്യേകതകൾ കർത്താവായ യേശു കൊടുക്കുവാൻ കാരണമായി തീർന്നു. യേശു തന്നെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, താൻ സ്നേഹിച്ചതായിരിക്കുന്ന യോഹന്നാനെ കർത്താവായ യേശു സ്നേഹിച്ചു. മറ്റെല്ലാവരെക്കാളും കൂടുതലായിട്ട് സ്നേഹിച്ചു. എന്താണ് അതൊരു കാരണമായിരുന്നത്? മറ്റെല്ലാത്തിനേക്കാൾ ഉപരിയായി യോഹന്നാൻ യേശുവിനെ സ്നേഹിച്ചതാണോ അതിന്റെ കാരണമായിരിക്കുന്നത്. എത്രമാത്രം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വിലയില്ലാതെ യേശുക്രിസ്തുവിന് ഞാൻ വില കൊടുക്കുവാൻ ഇടയായി തരുമോ, അവിടെയാണോ യേശു മറ്റൊന്നിനും വില കൊടുക്കാതെ എനിക്ക് വില തരുവാനായിട്ട് കാരണമായിരിക്കുന്നത്. എന്താണോ ഞാൻ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്നത്, അതായിരിക്കും ദൈവം എനിക്ക് ആയിരിക്കുന്നത്. ദൈവത്തിന് വേണ്ടി നാം ഒരു സാക്രിഫൈസ് ചെയ്യുന്നതായിരിക്കും ദൈവം നമുക്ക് ഒരു സാക്രിഫൈസ് ചെയ്യുവാൻ കാരണമായിരിക്കുന്നത്. ഇതാണ് വേദപുസ്തകത്തിലെ അടിസ്ഥാനപരമായ സത്യം. എന്നാൽ ഇവിടെ ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് ദൈവദാസൻ പറയുകയാണ്, കഴിഞ്ഞ നാളുകൾ നിങ്ങളുടെ നേതാക്കന്മാരെ വിശ്വാസത്തിൽ തളർന്നു പോകാതെ വിശ്വാസത്തിൽ ജയത്തോടെ നടത്തുവാൻ തക്കവണ്ണം ഈ യേശുവാണ് സാധ്യമായിരുന്നുവെങ്കിൽ ആ യേശുക്രിസ്തുവിന്റെ കരങ്ങൾ ഇന്നും കുറതായി പോയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റാൻലിയുടെ ഒരു പുസ്തകം ഞാൻ വായിക്കുകയായിരുന്നു. ആ പുസ്തകത്തിൽ അദ്ദേഹം കൊട്ടിയതായിരിക്കുന്ന ഒരു വേർഡ് എന്നെ വളരെ ചിന്തിപ്പിച്ചു. ആ വേർഡ് ഇപ്രകാരമാണ്, ഈസ് ജീസസ് യുണീക്ക് എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. അതിന് 5 കാരണങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ആ പോയിന്റ്സ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന പോയിന്റ്സ്. കർത്താവായ യേശുക്രിസ്തു മറ്റെല്ലാവരെക്കാളും ഒരു പ്രാധാന്യത, മറ്റെല്ലാവരെക്കാളും ഒരു വ്യത്യാസം അരുമനാഥനാകുന്ന യേശുവിനുണ്ട്. മറ്റാരോടും തുല്യപ്പെടുത്തുവാനായിട്ട് യേശുവിനെ സാധ്യമല്ല. മറ്റെല്ലാവരെക്കാളും ഒരു പ്രത്യേകതയാണ് കർത്താവായ യേശുവിന്. യേശുക്രിസ്തുവിന്റെ യുണീക്ക്നെസിന്റെ 5 കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം ഇവിടെ പറയുന്നത്, no one was ever born like Jesus. No one was ever born like Jesus. യേശു ജനിച്ചതുപോലെ മറ്റാരും ജനിച്ചിട്ടില്ല. യേശുക്രിസ്തുവിന്റെ സ്പെഷ്യാലിറ്റി, പ്രത്യേകത, യുണീക്ക്നെസ്. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ഒരു യുണീക്ക്നെസ് ഉണ്ടായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 30, Luke chapter 1 verse 30, 31, 34 and 35. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 30, 31, 34, 35 വാക്യം വായിക്കേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ കാണുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം ഒരു പ്രത്യേകമായ വിധത്തിലാണ് യേശു ജനിക്കുവാനായിട്ട് കാരണമായി തീർന്നത്. സാധാരണ ഈ ലോകത്തിൽ ആരും ജനിച്ചതുപോലെ അല്ല കർത്താവായ യേശു ജനിച്ചത്. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, ഒരു പ്രത്യേകമായ ഒരു യുണീക്ക്നെസ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ ഉണ്ടായിരുന്നു. 2, no one was ever lived like Jesus. യേശുവിനെ പോലെ ആരും ജീവിച്ചിട്ടില്ല. ഒരു പ്രത്യേകത യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഹീബ്രൂസ് chapter 3, chapter 4 verse 15. Hebrews 4:15.
chapter 7 verse 26 and 27. എന്താണ് യേശുക്രിസ്തുവിന്റെ ഇഹലോകത്തിലെ ജീവിതത്തിന്റെ പ്രത്യേകത? പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ. ഇത്രയും അവസ്ഥയിൽ കൂടെ കടന്നുപോയിട്ടും ഈ ലോകത്തുള്ള സകല മനുഷ്യരും പാപം ചെയ്തെങ്കിലും യേശുക്രിസ്തുവിന്റെ യുണീക്ക്നെസ് എന്ന് പറയുന്നത് യേശു പാപം ചെയ്തിട്ടില്ല. മൂന്നാമത്തെ പ്രത്യേകത, നോ വൺ എവർ സ്പോക്ക് ലൈക്ക് ജീസസ്. യേശുവിനെ പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. സംസാരത്തിൽ യേശുവിന് പ്രത്യേകത ഉണ്ടായിരുന്നു. സാധാരണപ്പെട്ട മനുഷ്യൻ സംസാരിക്കുന്ന പോലെ ആയിരുന്നില്ല അരിമനാഥനാകുന്ന യേശു സംസാരിച്ചത്. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ മാത്യു ചാപ്റ്റർ 7 verse 28 and 29. മാത്യു ചാപ്റ്റർ 7 verse 28 and 29. ആ ഭാഗം ഇപ്രകാരം പറഞ്ഞ, അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ട് അത്രേ പ്രസംഗിച്ചത്. അപ്പോൾ ഉപദേശം എന്ന് പറയുന്നത് സാധാരണപ്പെട്ട വ്യക്തികൾ സംസാരിക്കുന്ന പോലെ ആയിരുന്നില്ല അരിമനാഥന്റെ യേശുവിന്റെ സംസാരം. യേശുക്രിസ്തുവിന്റെ സംസാരം അധികാരത്തോടുകൂടിയായിരുന്നു. അധികാരം യേശുവിന്റെ സ്വരത്തിൽ വെളിപ്പെട്ടു. യേശു എന്തെങ്കിലും ഒരു വേർഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറും ഒരു വേർഡ് ആയിരുന്നില്ല, അത് മുഴുവൻ ക്രിയേറ്റീവ് ആയിരിക്കുന്ന വേർഡുകളായിരുന്നു. ഒറ്റ വേർഡുകളും പാഴായി പോയിട്ടില്ല. യേശുക്രിസ്തുവിന്റെ നാവിൽ നിന്ന് വെറുതെ ഒരു വാക്ക് പോലും വരുവാൻ ഇടയായി തീർന്നിട്ടില്ല. യേശുക്രിസ്തുവിന്റെ വാക്കുകൾക്ക് ഒരു യുണീക്ക്നെസ് ഉണ്ടായിരുന്നു, മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല. നാലാമത്തെ പ്രത്യേകത, നോ വൺ എവർ വാക്ട് ലൈക്ക് ജീസസ്. യേശുവിനെ പോലെ ആരും പ്രവർത്തിച്ചിട്ടില്ല. മറ്റെല്ലാവരുടെയും പ്രവർത്തനങ്ങളും യേശുവിന്റെ പ്രവർത്തനവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. നോ വൺ എവർ വർക്ക്ഡ് ലൈക്ക് ജീസസ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രവർത്തനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം. John the Gospel chapter 6 verse 38. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ. ഓൾവേസ് ഗ്ലോറിഫൈഡ് ഗാഡ്. മറ്റുള്ളവരുടെ ഒരു പ്രവർത്തനമായിരുന്നില്ല യേശുവിൻ്റെ പ്രവർത്തനം. യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനം, യേശു പറയുന്നത്, ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ അത്രേ ഞാൻ ലോകത്തിൽ വന്നിരിക്കുന്നത്. യേശു ഈ ലോകത്തിൽ വന്ന് ചെയ്തതായിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും, ആ യേശുക്രിസ്തുവിന്റെ ഏത് പ്രവൃത്തിയും ദൈവത്തിന്റെ മഹത്വം മാത്രമാണ് യേശു ആഗ്രഹിച്ചത്. ലോകത്തിൽ ഇന്ന് വരെ ഇനിയും ആരും യേശുവിനെ പോലെ പ്രവർത്തിക്കുന്നില്ല. തന്റെ ഏത് പ്രവർത്തനങ്ങളും എന്ത് യേശു ചെയ്തുവോ അതിൽ കൂടെ യേശു ആഗ്രഹിച്ചത് പിതാവിന്റെ മഹത്വം. പിതാവ് തന്നെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നുവോ ആ പ്രവൃത്തിയാണോ യേശു നിവർത്തിക്കുവാൻ ഇടയായിത്തീർന്നത്. അഞ്ചാമത്തെ പ്രത്യേകത, no one ever died like Jesus. യേശുക്രിസ്തുവിനെ പോലെ ആരും ഇതുവരെ മരിച്ചിട്ടില്ല. യേശുക്രിസ്തുവിന്റെ മരണത്തിന് ഒരു യുണീക്ക്നെസ് ഉണ്ടായിരുന്നു. ലൂക്ക് ചാപ്റ്റർ 23 verse 44 to 47. നമുക്കറിയാം, അരിമനാഥനാകുന്ന യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ വേളയിൽ യേശു തന്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം സംഭവിച്ചു. അന്ന് നല്ല പട്ടാപ്പകല്, നല്ല നട്ടുച്ച സമയം, ഇരുട്ട് വ്യാപരിപ്പാനായിട്ടിടയായിത്തീർന്നു. മന്ദിരത്തിലെ തിരശ്ശീല മേൽത്തൊട്ട് അടിയോളം കീറിപ്പോയി. എന്താ സംഭവിച്ചത്? യേശുക്രിസ്തുവിന്റെ മരണത്തിന് മറ്റ് ആരെല്ലാം ഈ ലോകത്തിൽ മരിച്ചിട്ടുണ്ട് അവരുടെ ഒക്കെ മരണത്തിനില്ലാത്തൊരു പ്രത്യേകതയായിരുന്നു അരിമനാഥനാകുന്ന യേശുവിന്റെ മരണത്തിനുണ്ടായിരുന്നത്. ആറാമത്തെ യേശുക്രിസ്തുവിന്റെ പ്രത്യേകത, സിക്സ്ത് പ്രത്യേകത, നോ വൺ എവർ റോസ്. നോ വൺ എവർ റോസ് അഗെയിൻ ലൈക്ക് ജീസസ്. യേശുക്രിസ്തുവിനെ പോലെ ആരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അതാണ് യേശുക്രിസ്തുവിന്റെ ആറാമത്തെ യുണീക്ക്നെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആരും ഇതുവരെ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ലൂക്ക് ചാപ്റ്റർ 24 verse 5 and 6. അവിടെ നമ്മൾ കാണുന്നു, അരിമനാഥനാകുന്ന യേശുക്രിസ്തുവിനെ അടക്കുവാനായിട്ട് കാരണമായി തീർന്നു. പക്ഷെങ്കിൽ
അടുത്ത ഞായറാഴ്ച രാവിലെ യേശു ക്രിസ്തുവിനെ കാണുവാൻ കടന്നു എന്നവരുടെ അത്ഭുതപ്പെടുത്തുമാക ആ കല്ലറയുടെ വാതുക്കൽ ഇരുന്ന കല്ല് ഉരുട്ടി മാറ്റി അതിനകത്ത് ആരുമില്ല, യേശു ഉയർത്തെഴുന്നേറ്റു. നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്തിൽ മറ്റാർക്കുമില്ലാത്തതായിരിക്കുന്ന 6 പ്രത്യേകതയാണ് അരുമനാഥനാകുന്ന യേശുവിനുണ്ടായിരുന്നത്. ഈ യേശുവിനെ കുറിച്ചാണ് ദൈവത്തിന്റെ ദാസൻ പറയുന്നത്. യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ എന്ന് പറഞ്ഞാൽ യേശു, നിങ്ങളെ വേർഡ് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ കൊടുത്തിരിക്കുന്ന വേർഡ് യേശു ക്രിസ്തു, ജീസസ് ക്രൈസ്റ്റ്. അത് 2 പ്രത്യേകതകളെയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. യേശു എന്നുള്ളത് ദൈവം ജഡമായി അവതരിച്ചപ്പോൾ ആ ജഡത്തിന് കൊടുത്ത പേരാണോ യേശു എന്നുള്ളത്. ക്രൈസ്റ്റ് എന്നുള്ളത് ഹിസ് ഡിവൈൻ നെയിമാണ്, ദൈവികത്വ നാമമാണ്. അഥവാ ക്രിസ്റ്റോസ്, ദി അനോയിന്റഡ് വൺ, അഭിഷേകം ചെയ്ത് അയക്കപ്പെട്ടവൻ. ഈ 2 പേരും കൂടെ ഒരുമിച്ചാണ് ദൈവത്തിന്റെ ദാസൻ ഇവിടെ കൂട്ടിയിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ മാനുഷികത, യേശുക്രിസ്തുവിന്റെ ദൈവത്വം, ഇത് 2 കൂടെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ദൈവത്തിന്റെ ദാസൻ പറയുകയാണ്, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം, കഴിഞ്ഞ നാളുകൾ ഈ നേതാക്കന്മാരെ നോക്കിക്കൊണ്ട് അവരുടെ വിശ്വാസത്തിൽ നിൽക്കുവാൻ തക്കവണ്ണം ഇടിയായിത്തീർന്നതിനെ കുറിച്ച് നാം അത്ഭുതപ്പെടുന്നുവെങ്കിൽ ആ അത്ഭുതപ്പെടുവാനുള്ള കാരണം അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടല്ല. അരുമനാഥനാകുന്ന യേശു മാറ്റമില്ലാത്തവൻ അവരോടുകൂടെ ഇരുന്നതാണ് കാരണമായിരുന്നത്. യേശു അവരോടുകൂടെ ഇരുന്നപ്പോൾ അവരുടെ വിശ്വാസത്തിന് വേണ്ടി മരിക്കുവാൻ കാരണമായി തീർന്നുവെങ്കിൽ ആ മാറ്റമില്ലാത്തവൻ എന്നോടുകൂടെ ആയിരുന്നാലും എനിക്കും വിശ്വാസത്തിന് വേണ്ടി മരിക്കുവാനായിട്ട് സാധിക്കും. ദൈവമക്കളെ മനസ്സിലാക്കണം, നമ്മൾ കഴിഞ്ഞ പഴയ നമ്മ ഭക്തന്മാരെ നമ്മൾ നോക്കുമ്പോൾ എത്രമാത്രം സാക്രിഫൈസിൽ കൂടെ അവർ കടന്നുപോയി. ഒരിക്കലും എനിക്കും നമുക്കും അത് സാധ്യമല്ല എന്ന് ചിന്തിക്കരുത്. അവരോടുകൂടെ ദൈവം ഇരുന്നപ്പോൾ അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചുവെങ്കിൽ അതേ ദൈവം എന്നോടുകൂടി ഇരുന്നാൽ എനിക്കും അത് ചെയ്യുവാനായിട്ട് സാധിക്കും. ഞാനും നിങ്ങളും അതിൽ നന്മപ്പെട്ടവരല്ല. നമ്മുടെ മുൻപിൽ ആ ഒരു കൺസെപ്റ്റാണ് ആവശ്യമായിരിക്കുന്നത്. എന്റെ യേശു എന്നോടുകൂടി ഉണ്ടെങ്കിൽ കഴിഞ്ഞ നാളുകൾ ചെയ്തതായിരിക്കുന്ന അത്ഭുതങ്ങൾ ഇന്ന് എന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് സാധിക്കും. ഈ ഒരു കാഴ്ചപ്പാടാണ് ഒരു ദൈവ പൈതലിന് വേണ്ടത്. എന്തുകൊണ്ട് ആ കാഴ്ചപ്പാട് വേണ്ടത്? യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെയാണ്. അപ്പോൾ ഒരു മാറ്റമില്ലാത്തവനാകുന്ന കർത്താവ്, ഈ മാറ്റമില്ലാത്തത് കൊണ്ട് കഴിഞ്ഞ നാളുകൾ നമ്മുടെ നേതാക്കന്മാരെ നടത്തിയ പോലെ നമ്മയും നടത്തുവാൻ കഴിവുള്ളവൻ. എന്നാൽ അതിന്റെ താഴെ യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലായ്മയെ കുറിച്ച് നമ്മൾ നെക്സ്റ്റ് വേർഡ് വായിച്ചോട്ടെ. വിവിധവും അന്യവുമായിരിക്കുന്ന ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചുകൊണ്ട് പോകരുത്. ശ്രദ്ധിക്കുക നിങ്ങൾ ഇപ്പോൾ, യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. എന്നിട്ട് ദൈവത്തിന്റെ ദാസൻ പറയുകയാണ്, വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചുകൊണ്ട് പോകരുത്. അപ്പോൾ ഉപദേശത്തിൽ വലിച്ചുകൊണ്ട് പോകരുത്. എന്തുകൊണ്ട് വലിച്ചുകൊണ്ട് പോകരുത്? യേശുക്രിസ്തുവിന്റെ ഡോക്ടറിന് ഒരു മാറ്റവും വരത്തില്ല. യേശു എന്തെങ്കിലും ഉപദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉപദേശം യേശു മാറ്റമില്ലാത്തവനായതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ഉപദേശത്തിനും യാതൊരു മാറ്റം വരത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം, മനുഷ്യർക്ക് മാറ്റം വരുവാൻ സാധിക്കും, മാനുഷിക ഉപദേശങ്ങൾക്ക് മാറ്റം വരുവാൻ സാധിക്കും. എന്നാൽ യേശു മാറ്റമില്ലാത്തവനായതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ഉപദേശത്തിന്റെ പ്രത്യേകത, ആ ഉപദേശത്തിന് ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. എന്നാൽ എന്താണ് വിഷയം? എബ്രായ വിശ്വാസികളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ ദാസൻ കണ്ടതായിരിക്കുന്ന ഒരു വലിയ കാഴ്ചപ്പാട് എന്താ അവിടെ പറഞ്ഞത്? വിവിധങ്ങളായിരിക്കുന്ന ഉപദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുവാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ അന്യമായിരിക്കുന്ന ഉപദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഇത് നിങ്ങളെ വലിച്ചുകൊണ്ട് പോകരുത്. ഈ ഉപദേശം നിങ്ങളെ വലിച്ചുകൊണ്ട് പോകുന്നുവെങ്കിൽ, സത്യ ഉപദേശമല്ലാതെ മറ്റൊരു ഉപദേശം നിങ്ങളെ വലിച്ചുകൊണ്ട് പോകുന്നുവെങ്കിൽ, ആ ഉപദേശം കൊണ്ട് ഒരനുഗ്രഹമില്ലെന്ന് മാത്രമല്ല, അത് നമ്മളെ കൊണ്ട് നശിപ്പിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. കാരണം യേശുക്രിസ്തുവിന്
മാറ്റമില്ല. ഇന്നലെ അവൻ എന്താ ഉപദേശമായി തന്നുവോ ആ ഉപദേശം തന്നെയാണോ ഇന്നത്തെ ഉപദേശം? ഞാൻ ആ വേദപുസ്തകം ഒന്ന് പഠിച്ചു നോക്കിയപ്പോൾ ഞാൻ കണ്ടതായിരിക്കുന്ന ഒരു കാഴ്ച, ഇന്ന് ഈ ലോകത്തിൽ നാം ജീവിക്കുന്ന ഒരു കാലയളവിൽ വിവിധങ്ങളായിരിക്കുന്ന ഉപദേശങ്ങൾ ഉള്ളതുപോലെ തന്നെ ആദിമ നൂറ്റാണ്ടിൽ വേദപുസ്തകം എഴുതപ്പെടുന്ന സമയത്ത് തന്നെ വിവിധങ്ങളായിരിക്കുന്ന ഉപദേശങ്ങളാൽ അന്ന് ക്രിസ്തീയ സഭ ആയിരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒത്തിരി ഉപദേശങ്ങൾ നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ അരുമനാഥന് നിങ്ങൾക്കറിയാം, വേദപുസ്തകം എഴുതപ്പെട്ട കാലം, പുതിയ നിയമം രേഖപ്പെടുത്തിയ കാലമെന്ന് പറയുന്നത് 1-ാം നൂറ്റാണ്ടിന് തൊട്ട് മുൻപാണ്. അപ്പോൾ ആ കാലം കഴിയുന്നതിന് മുൻപായിട്ട് ഏതാണ്ട് 30-ാമത്തെ AD 30 അല്ലെങ്കിൽ 33 പരിശുദ്ധാത്മാവ് ഭൂമിയിൽ കടന്നു വന്ന് സഭായുഗം തുടക്കപ്പെടുവാൻ ഇടയായിത്തീർന്നുവെങ്കിൽ വളരെ ഷോർട്ട് ടൈം കൊണ്ട് അന്യമാർഗ ഉപദേശങ്ങൾ ധാരാളമായി സഭയിലേക്ക് വന്നു എന്നുള്ളത് ഒരു സത്യമായ വിഷയമാണ്. വേദപുസ്തകം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാൻ 1-2-3 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പോകട്ടെ. എന്താണ് ഉപദേശങ്ങൾ? അന്ന് ഉപദേശ പെശകുണ്ടായിരുന്നത്. യോഹന്നാന്റെ 2-ാം ലേഖനം 7-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്ന യേശുക്രിസ്തു ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, എന്താ ഇവിടെ ദൈവത്തിന്റെ ദാസൻ പറയുന്നത്? യേശുക്രിസ്തു ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത പലർ. അവരാരാണെന്ന് ആ ദൈവത്തിന്റെ വചനം പറയുന്നത്? അവർ വഞ്ചകന്മാരാണ്. അവർ ചതിയന്മാരാണ്, അവർ ചതിക്കുന്നവരാണ്, അവർ വഞ്ചിക്കുന്നവരാണ്. എന്താ അവരുടെ വഞ്ചന വിഷയം? അവരുടെ വഞ്ചന എന്ന് പറയുന്നത് യേശുക്രിസ്തു ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കുന്നില്ല. യേശുവിനെ അവർ അംഗീകരിക്കുന്നുണ്ട്, യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന് അവർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ യേശു ജഡത്തിൽ വന്നവൻ എന്നവർ അംഗീകരിക്കുന്നില്ല. എന്താ ഈ ജഡത്തിൽ വന്നവൻ എന്ന് പറഞ്ഞാൽ? ദൈവം മനുഷ്യനായി അവതരിച്ചവൻ, അഥവാ യേശുക്രിസ്തുവിന്റെ ദൈവത്വം എന്നുള്ളത് അംഗീകരിക്കാത്ത ഒരു കൂട്ടം വിശ്വാസികൾ ആദിമ നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായിരുന്നതായിട്ട് കാണുകയാണ്. ഇന്നത്തെ പ്രശ്നമല്ല. ഇന്ന് ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിരിക്കുന്ന സഭകൾ അതിനനുസൃതമായിട്ട് ഉണ്ടായിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ ദൈവത്വം അംഗീകരിക്കാത്തതായിരിക്കുന്ന ഒരു സഭയാണോ യഹോവ സാക്ഷി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ ദൈവത്വം എന്നുള്ളത് പൂർണ്ണമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാത്തതും തൃത്വത്തെ അംഗീകരിക്കാത്തതുമായിരിക്കുന്ന ഒരു ഗ്രൂപ്പാണോ യേശുവിന്റെ നാമക്കാര്. ഇങ്ങനെയുള്ള വിവിധങ്ങളായിരിക്കുന്ന സഭകളായിട്ട് കടന്നു വരുമ്പോൾ ആദിമ നൂറ്റാണ്ടിൽ തന്നെ യേശുക്രിസ്തുവിന്റെ ദൈവത്വം എന്നുള്ളത് അംഗീകരിക്കാത്ത വഞ്ചകന്മാർ ലോകത്തിൽ വന്നുകൊണ്ടിരുന്നു. ഇന്നും ഞാനും നിങ്ങളും നോക്കുമ്പോൾ പലപ്പോഴും മനസ്സിലാക്കുവാൻ സാധിക്കാത്തതായിരിക്കുന്ന ഒരു വലിയ മർമ്മ വിഷയമാണ് യേശുക്രിസ്തുവിന്റെ ദൈവത്വം എന്ന് പറയുന്നതും യേശുക്രിസ്തുവിന്റെ മാനുഷികത എന്ന് പറയുന്നതും. പക്ഷെ എന്താ ദൈവത്തിന്റെ ദാസൻ പറയുന്നത്? യേശു ദൈവമല്ല എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അത് വഞ്ചകന്മാരാണ്, അത് വഞ്ചിക്കുന്നവരാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ആദിമ നൂറ്റാണ്ടിൽ തന്നെ സഭാപിതാക്കന്മാര് വളരെയധികമായിട്ട് തങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുവാൻ ഇടയായിത്തീർന്നപ്പോൾ ജീവൻ കൊടുക്കേണ്ടി വന്നത് തന്നെ ഈ ഉപദേശങ്ങൾ സഭയിൽ കടക്കാതിരിക്കുവാൻ വേണ്ടിയാണ്. വേദപുസ്തകം നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ, സഭാചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ സഭാപിതാക്കന്മാരെ നമ്മൾ കാണുന്നുണ്ട്. എല്ലാവരും സഭാപിതാക്കന്മാരല്ല. സഭാപിതാക്കന്മാരെന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് സഭയിൽ വിശ്വാസത്തിന് തെറ്റായിരിക്കുന്ന ഉപദേശങ്ങൾ കടന്നു വരുമ്പോൾ ജീവൻ കൊടുത്തുകൊണ്ട് ആ സഭയെ തെറ്റായിരിക്കുന്ന ഉപദേശത്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്തവരാണോ സഭാപിതാക്കന്മാരെന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെ ഒത്തിരി പേര് ജീവൻ കൊടുക്കുവാനായിട്ട് കാരണമായി തീർന്നു. എന്താ ജീവൻ കൊടുക്കുവാനുള്ള കാരണം? അങ്ങേ വേണ്ടാത്ത ഉപദേശങ്ങൾ ലോകത്തിൽ അന്ന് ക്രിസ്ത്യാനികളുടെ ഇടയിൽ വ്യാപരിച്ചുകൊണ്ടേയിരുന്നു. അന്ന് ദൈവമക്കളുടെ ഇടയിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വം എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിരുന്നു. ഞാൻ ഈ വേർഡിൽ കൂടെ ഞാൻ ഒരു കാര്യം ആവർത്തിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ ദൈവത്വം യേശുക്രിസ്തുവിന്റെ മാനുഷികതയും രണ്ടും രണ്ടായിട്ട് മനസ്സിലാക്കാതെ അതിന് വ്യത്യസ്തമായിട്ട് പഠിപ്പിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന്റെ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് പറയട്ടെ, അവരുടെ നിങ്ങളുടെ വീട്ടിൽ പോലും കയറ്റുക അരുത് എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. കാരണം വളരെ ഈസിയാണ്. മാനുഷികമായിരിക്കുന്ന ബുദ്ധി കൊണ്ട് യേശുക്രിസ്തുവിന്റെ ദൈവത്വവും മാനുഷികതയും തമ്മിൽ
വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാതിരിക്കുവാനുള്ള സാധ്യത ഒത്തിരിയുണ്ട്. മാനുഷ്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനാണ്, ദൈവമല്ലെന്ന് പറയുവാൻ സാധിക്കും. എന്നാൽ യേശു ദൈവമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമില്ലാതെ സാധ്യമല്ല. ദൈവാത്മാവിനല്ലാതെ യേശു ദൈവമെന്ന് പറയുവാൻ ആർക്കും സാധ്യമല്ല, ആർക്കും മനസ്സിലാക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, പലപ്പോഴും നമ്മൾ ചലിക്കുന്ന പ്രതലമെന്ന് പറയുന്നത് മാനുഷിക പ്രതലത്തിലായിരിക്കുമ്പോൾ ബുദ്ധിക്കനുസരമായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുമ്പോൾ പലപ്പോഴും തെറ്റിപ്പോകുവാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് യേശുക്രിസ്തുവിന്റെ ദൈവത്വം എന്ന് പറയുന്നത്. എന്നാൽ ആദിമ നൂറ്റാണ്ട് നിങ്ങൾക്കറിയാം, യഹോവ സാക്ഷികളുടെ തുടക്കം എന്ന് പറയുന്ന അരിയൂസിൽ കൂടെയാണ് തുടങ്ങിയത്. അരിയൂസാണ് ഈ ഒരു വലിയ പ്രിൻസിപ്പിൾ പൊക്കിയെടുത്തോണ്ട് വന്നത്. ആദിമ നൂറ്റാണ്ടിൽ 1-ാം നൂറ്റാണ്ടിൽ തന്നെ കടന്നു വന്ന പ്രശ്നങ്ങളായിരുന്നാലും അതൊരല്പം കഴിഞ്ഞപ്പോൾ സഭയ്ക്ക് ഒരു വലിയ പ്രശ്നമായിട്ട് മാറി. അതിന് പകരമായിട്ടാണ്, അതിൽ ബദലായിട്ടാണ് AD 325 ആ നിഖ്യാവിശ്വാസ പ്രമാണം പണ്ട് ആയിരുന്ന സഭയിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രമാണമുണ്ട്. പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും എന്നീ ഭാഗങ്ങൾ അന്നത്തെ സുന്നഹദോസ് തെരഞ്ഞെടുത്ത് തീരുമാനിച്ച തീരുമാനമാണ് നിഖ്യാവിശ്വാസ പ്രമാണം എന്നുള്ളത് പറയുന്നത്. ആ നിഖ്യാവിശ്വാസ പ്രമാണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് യേശു ദൈവമെന്നോ അവിടെ സമർത്ഥിക്കുക ചെയ്തത്. യേശു ദൈവമാണെന്ന് അരിയോസിന്റെ സിദ്ധാന്തത്തിന് മുൻപിൽ നിന്നുകൊണ്ട് സഭാപിതാക്കന്മാർ ഒന്നിച്ചു കൂടിക്കൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് അതിനനുസരണമായിട്ട് ഒരുമിച്ചെടുത്ത തീരുമാനമാണ് യേശു ദൈവമെന്നുള്ള തീരുമാനം. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്നും ലോകത്തിൽ വലിയ ചിന്തയിൽ നടക്കുന്ന ഒരു കാര്യമാണ് യേശുക്രിസ്തുവിന്റെ ദൈവത്വം എന്നുള്ളത്. ഒരു ഉപദേശം ആ ദൈവത്വം അല്ല എന്ന് പറയുന്ന ഒരു ഉപദേശം. അങ്ങനെയെങ്കിൽ വേദപുസ്തകം പഠിപ്പിക്കുന്നു, അന്യമാർഗ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചുകൊണ്ട് പോകരുത്. രണ്ടാമത്തെ ഉപദേശത്തിലേക്കൊന്ന് കടന്നു വരട്ടെ. അതിനാധാരമായിട്ട് ഗലാത്യർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. ഗലേഷ്യൻസ് ചാപ്റ്റർ 1:6. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയ്ക്ക് എഴുതുന്ന ആൾക്കാരുടെ ലേഖനം. ചില കാലങ്ങൾ കൊണ്ട് താൻ സമ്പാദിച്ചതായിരിക്കുന്ന ഗലാത്യ സഭ ഒരല്പകാലത്തേക്ക് താൻ അവിടുന്ന് മാറ്റപ്പെടേണ്ടി വന്നു. മാറ്റപ്പെട്ട് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ താൻ കേൾക്കുന്ന വാർത്ത ഒരു ഭയാനകമായിരിക്കുന്ന ഒരു വാർത്തയാണ്. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ സഭയ്ക്ക് തിരിച്ചൊരു മറുപടി അയക്കുക ഈ ലേഖനത്തിൽ കൂടെ കാണുന്നത്. അവിടെ താൻ പറയുന്ന ഇപ്രകാരമാണ്: നിങ്ങൾ ഇത്ര വേഗത്തിൽ, ഇത്ര പെട്ടെന്ന് കഴിഞ്ഞ നാളുകൾ ദൈവത്തിന് കൃപ നിങ്ങൾ അനുഭവിച്ചവർ, ദൈവത്തിന്റെ ശക്തി നിങ്ങൾ അനുഭവിച്ചവർ, ദൈവത്തിന്റെ ബലം നിങ്ങൾ കണ്ടവർ, യേശു ആരാണ് നിങ്ങൾ മനസ്സിലാക്കിയവര്, വെറുതെ വാക്കുകൊണ്ടല്ല നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ കാരണമായി തീർന്നത്. ദൈവത്തിന്റെ ദാസൻ പറയുന്നു, വാക്കിനായിരുന്നില്ല, വചനത്തിന്റെ ശക്തിയാൽ വെളിപ്പെട്ടതായിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഗലാത്യ സഭയിൽ വെളിപ്പെട്ടുവെങ്കിലും ആ നടത്തിപ്പുകാരൻ ഇല്ലാതെ ഒരു അല്പകാലം കഴിഞ്ഞപ്പോഴത്തേന് സഭയിലേക്കൊരു ദുരുപദേശം കടന്നു വരികയാണ്. ആ ദുരുപദേശം ഇതായിരുന്നു: ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയുടെ കൃപയുടെ ആവശ്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്ക്, ദൈവത്തിന്റെ ദാസൻ വേണമായി കണ്ണടയ്ക്കാമായിരുന്നു. പക്ഷേ തന്റെ ജീവൻ പോലും പകച്ചുകൊണ്ട് താൻ ഇതിനെ എതിർക്കുവാനുള്ളൊരു കാരണമുണ്ട്. ആരുടെ മുൻപിലും ധൈര്യമായിട്ട് നിൽക്കുവാനുള്ള കാരണമുണ്ട്. അന്നത്തെ സഭയുടെ മേലധികാരിയായിരുന്ന പത്രോസിനോട് പോലും മറുപടി പറയുവാൻ ചങ്കൂറ്റമുള്ളവനായി നിന്നതിനൊരു കാരണമുണ്ട്. സഭയ്ക്കകത്തേക്ക് ഒരു ദുരുപദേശം കടന്നു വരരുതെന്ന് താൻ വളരെ ആഗ്രഹിച്ചു. സഭയ്ക്കകത്തേക്ക് ഒരു ദുരുപദേശം ഉണ്ടാകുവാൻ ആഗ്രഹിച്ചില്ല. അതിനുവേണ്ടി എന്ത് ചെയ്തു? താൻ അവർക്ക് ലേഖനം എഴുതുക, നിങ്ങൾ ഇത്ര വേഗം നിങ്ങൾ പ്രാപിച്ചായിരിക്കുന്ന സുവിശേഷം വിട്ട് വേറെ സുവിശേഷത്തിലേക്ക് നിങ്ങൾ തിരിയുന്നു. എന്താ ഈ സുവിശേഷത്തിന്റെ പ്രത്യേകത മറ്റൊന്നുമായിരുന്നില്ല. ന്യായപ്രമാണം കൂടെ പ്രമാണിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പരിച്ഛേദനയുടെ കർമ്മം കൂടെ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. പരിച്ഛേദന അബ്രഹാമിന് കൊടുത്ത ദൈവം കൊടുത്തൊരു ഉടമ്പടിയാണ്. അബ്രഹാമിന് ദൈവം കൊടുത്ത ഉടമ്പടിയിൽ കൂടെ പരിച്ഛേദനയിൽ കൂടെ മാത്രമേ ദൈവത്തിന് മക്കളായി തീരുവാൻ സാധ്യമുള്ളൂ എന്നുള്ളത് അബ്രഹാമിന് കൊടുത്ത ഉടമ്പടിയിൽ കൂടെ വെളിപ്പെടുമ്പോൾ നിങ്ങൾ അബ്രഹാമിന്റെ മക്കളാകണമെങ്കിൽ പരിച്ഛേദനയുള്ള കർമ്മം കൂടെ നിങ്ങൾ ചെയ്യണം. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ചെയ്തു കഴിഞ്ഞാൽ.
കാരണം ഇതൊരു ജസ്റ്റ് പുറമെ കാണിക്കുന്ന ഒരു പ്രകടനം മാത്രമേ ഉള്ളൂ. എന്താ പൗലോസേ നീ ഇതിനെ എതിർക്കുവാൻ കാരണമായി തീർന്നത്? ഇത് ചെയ്തിരുന്നുവെങ്കിൽ അന്ന് അവർ കടന്നു പോകുന്നത് ന്യായപ്രമാണ കാലത്തിലേക്ക് അവർ കടന്നു പോകുന്നത്. എന്നാൽ ഇന്നത്തെ കാലം എന്നത് കൃപായുഗമാണ്. ഇന്നത്തെ കൃപായുഗത്തിൽ താൻ നിൽക്കുമ്പോൾ തനിക്ക് ഒരു കാര്യം വ്യക്തമായിട്ടറിയ, ഈ കൃപയിൽ ഞാൻ നിൽക്കുവാൻ തക്കണ കാരണമായി തീർന്നത് ന്യായപ്രമാണത്തിന്റെ ഏതെങ്കിലും ഒരു പ്രമാണം ഞാൻ പ്രമാണിക്കുന്ന കൊണ്ടല്ല. ഞാൻ രക്ഷിക്കപ്പെട്ടത് ന്യായപ്രമാണത്തിന്റെ പ്രമാണം പ്രമാണിച്ചതുകൊണ്ടല്ല. ഞാൻ വിശ്വാസ സ്നാനം ഏറ്റെടുത്തത് ന്യായപ്രമാണത്തിന്റെ പ്രമാണം പ്രമാണിച്ചതുകൊണ്ടല്ല. ഞാൻ ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ പ്രമാണം പ്രമാണിച്ചുകൊണ്ടല്ല. ദൈവശക്തിയിൽ ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത് ഒരു പ്രമാണം പ്രമാണിച്ചത് കൊണ്ടല്ല. പിന്നെ ഇതെല്ലാം എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് കിട്ടിയതാ. യേശുവിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു വന്ന് ഞാൻ സ്വർഗ്ഗത്തിലേക്ക് നോക്കി, എന്റെ അരിമനാഥന്റെ പൊന്മുഖത്തേക്ക് നോക്കി ഞാൻ ഏറ്റെടുത്തപ്പോൾ ഞാൻ രക്ഷിക്കപ്പെടുവാൻ കാരണമായി തീർന്നു. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സകല കൃപകൾക്കും ഞാൻ അനുഭവിപ്പാൻ കാരണമായി തീർന്നു. അതിൽ കൂടെ ഒരു കാര്യം താൻ മനസ്സിലാക്കി, ഇനിയും ഈ കൃപ ഇത്രത്തോളം നല്ല കൃപ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ ന്യായപ്രമാണത്തിന്റെ ഒരു പ്രമാണങ്ങളും ഇതിനകത്ത് കടക്കുവാൻ സാധ്യമല്ല. നിങ്ങൾ മനസ്സിലാക്കണം എന്താ ഇവിടുത്തെ വിഷയം. സഭ തുടങ്ങിയില്ല. സഭായുഗം തുടങ്ങപ്പെടുന്നേ ഉള്ളൂ. പക്ഷേ സഭായുഗം തുടങ്ങപ്പെടുന്ന സമയത്ത് തന്നെ സഭയിലേക്ക് ദുരുപദേശങ്ങൾ കടന്നു വരുവാൻ തുടങ്ങുക. എവിടുന്ന് കടന്നു വരുന്നു? ഏത് മനുഷ്യന്റെ ഉള്ളിൽ നിന്നാണ് ചിന്തകൾ കടന്നു വരുന്നത്? ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന കാലത്തിലേക്ക് ഞാനും നിങ്ങൾ നോക്കിയാൽ ഇന്ന് സഭയിൽ കടന്നു വന്നിരിക്കുന്ന ദുരുപദേശങ്ങൾ എത്ര എനിക്കും നിങ്ങൾക്കും എണ്ണിയാൽ പോലും മതി വരാത്തവണ്ണം അത്രമാത്രം അധികമായിരിക്കുന്ന സഭയിൽ ദുരുപദേശങ്ങളിലേക്ക് കടന്നു പോകുവാൻ കാരണമായി തീർന്നു. അരിമനാഥനാകുന്ന യേശു ക്രിസ്തു ദൈവത്തിന്റെ തിരുവചന എബ്രായ വിശ്വാസികൾക്ക് ഒരു പുസ്തകം എഴുതുവാൻ കൽപ്പന കൊടുത്തപ്പോൾ അവിടെ ഒരു വേർഡ് കൊടുക്കുകയുണ്ടായി, വിവിധങ്ങളായിരിക്കുന്ന ഉപദേശങ്ങളാൽ നിങ്ങളെ വലിച്ചുകൊണ്ട് പോകരുത്. മൂന്നാമത്തെ ഉപദേശം ഒന്ന് നോക്കിയാട്ട് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. റെവലേഷൻ ചാപ്റ്റർ 2 വേഴ്സ് 40. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പണം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലിയാമിന്റെ ഉപദേശം പിടിച്ചുകൊള്ളുന്നവർ അവിടെ നിന്നിലുണ്ട്. സഭയെക്കുറിച്ച് ദൈവത്തിന്റെ ദാസൻ പറയുക, പഴയ നിയമകാലത്തിൽ പണ്ടൊരുത്തൻ ചെയ്തതായിരിക്കുന്ന ഒരു പ്രത്യേകതയാ. പണ്ടൊരുവൻ ചെയ്തതാ. ആള് നല്ലൊരു പ്രവാചകനായിരുന്നു. സ്വർഗത്തിലെ ദൈവം ആ പ്രവാചകനോട് പറഞ്ഞു, നീ പോകരുത്, നീ ആ ജനത്തെ ശപിക്കരുത്, ആ ജനം അനുഗ്രഹിക്കപ്പെട്ടതാ. പക്ഷെങ്കിൽ ആ പ്രവാചകൻ അത് മനസ്സിലാക്കിയില്ല. തൻ്റെ കഴുതപ്പുറത്ത് യാത്രയായി മുൻപോട്ട് കടന്നു പോകുകയാ. ഇപ്പൊ രാജാവ് ബാലാക്ക് ഒരു സ്ഥാനത്ത് കുന്നുമേൽ കൊണ്ട് നിർത്തി അവിടെ യാഗം കഴിച്ചു. ബിലിയാം അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന പ്രൊഫസിയാ കൊടുക്കുന്നത്. ഈ ജനം യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടതാ, ജാതികളോടുകൂടെ എണ്ണപ്പെടാത്തവരാ. ഇവരെ ആർക്കും തൊടുവാൻ സാധ്യമല്ല, ഇവരെ ആർക്കും തോൽപ്പിക്കുവാൻ സാധ്യമല്ല. 2-ാമത്തെ കുന്നിലെ കൊണ്ടുപോയി അവിടെയും നല്ലൊരു പ്രൊഫസി കൊടുത്തു. 3-ാമത്തെ കുന്നിലെ കൊണ്ടുപോയി അവിടെയും നല്ലൊരു പ്രൊഫസി കൊടുത്തു. അവസാനമായിട്ട് 4-ാമത്തെ കുന്നിലെ കൊണ്ടുപോയി ദൈവത്തിന്റെ അരുളപ്പാടിന് കാത്തിരിക്കാതെ തന്നെ തനിക്കറിയാം ഈ ജനം അനുഗ്രഹിക്കപ്പെട്ട ജനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു പ്രൊഫസി 4-ാമത് കൊടുത്തു. അത് കഴിഞ്ഞ് ഒരൽപ്പം കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് ഇസ്രായേൽ മക്കൾ ആ ബാലാക്കിന്റെ രാജ്യത്തെ നശിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ച സമയത്ത് ബാലാക്കിനെ കൊന്നതിന്റെ കൂട്ടത്തിൽ ബിലിയാമിനെ കൂടെ അവർ വാൾ കൊണ്ട് കൊന്നു. എന്താ സംഭവിച്ചെന്നറിയാമോ? അതിനുശേഷം നടക്കുന്ന ഒരു മിസ്റ്ററിയാ, മർമ്മമാ, പുറത്താർക്കും അറിയത്തില്ല. അവിടെ നടന്ന വിഷയമെന്ന് പറയുന്നത്, ബിലിയാം ചെന്നിട്ട് ബാലാക്കിനോടൊരു കാര്യം പറഞ്ഞു, ഈ ജനം ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടുവാൻ ഒറ്റ കാരണമേ ഉള്ളൂ, ഇവർ ജാതികളോടുകൂടെ എണ്ണപ്പെടാത്തവരാ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ ഇടയിലുള്ള സ്ത്രീകളെ അങ്ങോട്ട് വിട്, അവർ മലിനപ്പെടട്ടെ. അവർ മലിനപ്പെടുമ്പോൾ ദൈവത്തിന്റെ കോപം അവരുടെ മേൽ കടന്നു വരും, ദൈവം അവരെ ശിക്ഷിക്കും, അവർ നശിക്കുവാനായിട്ട് കാരണമായി തരും. എന്താ അവിടുത്തെ ഉപദേശം എന്തുവാന്നറിയാമോ? ഉപദേശം എന്ന് പറയുന്നത് ജാതികളുമായിട്ട് ഇടകലരുക, ഉപദേശം. അതാണ് ബിലിയാമിന്റെ ഉപദേശമെന്ന് ദൈവത്തിന്റെ ദാസൻ വിളിച്ചു പറയുന്നത്. എന്ത് സംഭവിച്ചു? സഭയ്ക്കകത്തേക്ക് അത് കടന്നു വരികയാണ്.
ജാതികളുടെ ഉപദേശം സഭയിലേക്ക് കൊണ്ടുവരുന്നു. ഇന്ന് ക്രിസ്തീയ സഭകൾ ഏറ്റെടുത്തതായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ സഭ ഈ ജാതികളിൽ നിന്ന് കടം വാങ്ങിയ കാര്യങ്ങളാണ്. ഇതൊന്നും ക്രിസ്തീയ സഭയ്ക്ക് ഇല്ലാത്തതായിരിക്കുന്ന ആചാരങ്ങൾ, ക്രിസ്തീയ സഭയ്ക്ക് ഇല്ലാത്തതായിരിക്കുന്ന പ്രമാണങ്ങൾ, പ്രവർത്തനങ്ങൾ. പക്ഷേ എന്ത് സംഭവിച്ചു? ക്രിസ്ത്യാനികൾ ജാതികളിൽ നിന്ന് വേർപെട്ട് വന്നപ്പോഴത്തേന് ക്രിസ്ത്യാനികൾ ജാതികളുടെ ഭാഗത്തു നിന്ന് ചിലതും കടമെടുത്തുകൊണ്ടിഞ്ഞു പോകുന്നു. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചപ്പോൾ മിസ്രൈമ്യരുടെ കടം വാങ്ങി കുറച്ച് പൊന്നാഭരണങ്ങൾ കൊണ്ടുവന്നതുപോലെ ആ കൊണ്ടുവന്ന പൊന്നാഭരണങ്ങൾ അനുഗ്രഹത്തിന് കാരണമായെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം, അവർ മുഴുവൻ നശിക്കപ്പെടുവാൻ കാരണമായി തീർന്നത് അതാകുന്നുവെങ്കിൽ അതിന് കാരണമുണ്ട്. ദൈവം അവരുടെ കഷ്ടതയ്ക്ക് അനുസരണമായി റിവാർഡ് കൊടുക്കേണ്ടത് ദൈവത്തിന്റെ കർത്തവ്യം. ദൈവം അവരുടെ പ്രവർത്തനത്തിന്റെ എഫേർട്ടിനെ മാനിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെങ്കിൽ അത് യൂസ് ചെയ്തവരാണ് തെറ്റായിട്ട് യൂസ് ചെയ്യുവാൻ കാരണമായിട്ടുള്ളത്. എന്ത് സംഭവിച്ചു? കൊണ്ടുവന്നതിനനുസരണമായിട്ട് കൊണ്ടുവന്നപ്പോൾ അവിടെ കൊണ്ടുവന്ന് വാർത്തെടുത്തെന്ന് പറയുന്നത് മിസ്രൈമിലെ ആരാധന വസ്തുവാകുന്ന കാളക്കുട്ടിയെയാണ് അവിടെയും കൊണ്ട് വാർത്തിട്ടത്. ദൈവത്തിന്റെ തിരുവചനപ്രകാരം പറയുന്നു, അഹരോൻ എല്ലാം കുടിച്ച് മേടിച്ചു വാങ്ങി അതെല്ലാം കൂടെ ഇട്ടു. അത് പൊങ്ങി വെളിയിൽ വന്നപ്പോൾ ഒരു കാളക്കുട്ടിയായിട്ട് വന്നെന്നാ പറയുന്നേ. എവിടുന്ന് കിട്ടി? മിസ്രൈമിൽ നിന്ന് ഇറങ്ങി തിരിച്ചു കൊണ്ട് വന്നത്, കൂട്ടത്തിൽ കൊണ്ടുവന്നതാ. ശ്രദ്ധിക്കണം, ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ വചനം, വിശുദ്ധ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ജനത്തിനൊരു പ്രത്യേകതയുണ്ട്. അവർ ജാതികളോടുകൂടെ എണ്ണപ്പെടാത്തവരാണ്. അവരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരാണ്. അങ്ങനെയെങ്കിൽ എന്താ ഇവിടുത്തെ വിഷയം? എന്ത് സംഭവിച്ചു? ബലിയാമിന് ചില ലാഭം കിട്ടി. പക്ഷെങ്കിൽ ആ ലാഭം അധിക നാൾ അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചില്ല. അവൻ ഏത് ലാഭം എവിടെ വെച്ച് അനുഭവിച്ചുവോ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വാൾ കൊണ്ട് കൊല്ലപ്പെടുവാൻ കാരണമായി തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണേ, അന്യമായിട്ട് അനുഭവിക്കുന്നവർക്ക് യാതൊരു അനുഗ്രഹങ്ങളും നിലനിൽക്കുന്ന അനുഗ്രഹങ്ങളാകത്തില്ല. അത് തന്നെ ആയിരിക്കും നമ്മുടെ നാശത്തിന് കാരണമായിരിക്കും. ശ്രദ്ധിക്കുക ഈ വേർഡ്. ദൈവത്തിന്റെ വചനത്തിന് വ്യവസ്ഥയല്ലാതെ അന്യമായിരിക്കുന്ന നന്മകൾ, അന്യമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ അനുഭവിക്കാമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ നന്മകൾ നമുക്ക് ഒരിക്കലും അനുഭവിക്കുവാൻ സാധ്യമല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ബിലിയാം ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ നടുവിലാണ് വാളുകൊണ്ട്, ദൈവജനത്തിന്റെ വാളുകൊണ്ട് കൊല്ലപ്പെടുവാൻ കാരണമായി തീർന്നത്. എന്താ വിഷയം? അന്യമാർക്കുന്ന ഉപദേശം. എന്താ അന്യമാർക്കുന്ന ഉപദേശം? ജാതികളിൽ നിന്ന് കടമെടുത്തത് തങ്ങളുടെ പ്രാവർത്തിക ജീവിതത്തിൽ കൊണ്ടുവരുന്നതായിരിക്കുന്ന വിഷയം. ഇതെവിടെ കടന്നു വന്നു? ദൈവത്തിന്റെ വചനം വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തുമ്പോൾ അന്ന് സഭയ്ക്കകത്ത് കടന്നു വന്നിരിക്കുന്ന ദുരുപദേശങ്ങൾ ഒന്നാണ് ബിലിയാമിന്റെ ഉപദേശം. നെക്സ്റ്റ്, 2-15 വാക്യം, വെളിപ്പാട് 2:15. നിക്ലാവ്യരുടെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ നിനക്കുണ്ട്. നിക്ലാവ്യർ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ്, ഒരു സെക്ട് ഓഫ് ആൾക്കാരാണ്. അത് അവരുടെ ഉപദേശം എന്ന് പറയുന്നത്, അവരുടെ ഉപദേശം എന്ന് പറയുന്നത് ഇമ്മോറൽ ഡോക്ട്രിൻ, അശുദ്ധമായിരിക്കുന്ന ഉപദേശം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ചിന്തയായിരുന്നു കമ്മ്യൂണിറ്റി ഓഫ് വൈഫ്സ്. ഒരു പുരുഷന് ഒരു സ്ത്രീ ഉണ്ടാകണം, അവര് ഭാര്യ ഭർത്താക്കന്മാർ. പക്ഷെങ്കിൽ ഈ പർട്ടിക്കുലർ ഗ്രൂപ്പിന്റെ പ്രത്യേകത ആയിരുന്നില്ല. ആ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടതായിരിക്കുന്ന എല്ലാ പുരുഷനും സ്ത്രീക്കും ആ പർട്ടിക്കുലർ ഭർത്താവുമായിട്ട് മാത്രമല്ല ബന്ധപ്പെടുവാൻ സാധിക്കുന്നത്, ആ ഗ്രൂപ്പിൽ ആരുമായിട്ട് ബന്ധപ്പെടുവാൻ സാധിക്കും. മിക്സ്ഡ്. എവിടെയാ ഉണ്ടായിരുന്നത്? വെളിപ്പാട് പുസ്തകം സഭയ്ക്ക് തൂത് കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ ദാസൻ പറയുക, നിക്കലാവരുടെ ഉപദേശം പിടിച്ചിരിക്കുന്ന അവിടെ നിനക്കുണ്ട്. മിക്സഡ് മാരേജ്, ഇംപ്യൂരിറ്റി, ഫോർണിക്കേഷൻ, അഡൾട്ടറി. ഇതെന്തായി മാറ്റപ്പെട്ടു? നിങ്ങൾ ചിന്തിക്കണം. ഇതാരെങ്കിലും ഒരാൾ ചെയ്തുവെന്നല്ല ഇവിടെ പറയുന്നത്. നിക്കലാവയുടെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഉപദേശം ഇന്ന് ആരുടെ ഉപദേശമായി? സഭയുടെ ഉപദേശമായി. ശ്രദ്ധിക്കുക, ആദിമ നൂറ്റാണ്ടിൽ സഭ തുടക്കപ്പെട്ട സമയത്ത് തന്നെ സഭയിലേക്ക് കടന്നു വന്നതായിരിക്കുന്ന വിവിധങ്ങളായിരിക്കുന്ന ദുഷിച്ച ഉപദേശങ്ങൾ ദൈവം എന്തിനു വേണ്ടി വിളിച്ചുവെന്ന് പൂർണ്ണമായിരിക്കുന്ന ബോധ്യമില്ലാതെ
ദൈവം എന്തിനു വേണ്ടി വേർതിരിച്ചു എന്ന് പൂർണ്ണമായിരിക്കുന്ന ബോധ്യമില്ലാതെ തങ്ങളുടെ ജീവിതത്തിലെ ജനീകമായിരിക്കുന്ന സുഖങ്ങൾക്കനുസൃതമായി ഉപദേശങ്ങളെ മാറ്റിക്കൊണ്ട് പിടിപ്പിക്കുന്നതായിരിക്കുന്ന ഉപദേശങ്ങൾ. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു, യേശു ഇന്നലെയും എന്നും എന്നേക്കും അനന്യനാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് ഉപദേശമല്ലാതെ വേറൊരു ഉപദേശം ദൈവസഭയ്ക്കില്ല. ആ ഒരു ഉപദേശം ഒരു വ്യക്തിക്കുമില്ല. ദൈവസഭയ്ക്കൊരു ഉപദേശമുണ്ട്. അതാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന ഉപദേശം. അതിന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു ഉപദേശം എന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഉപദേശം ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതല്ല എങ്കിൽ ഇത് അന്യമായിരിക്കുന്ന ഉപദേശമാണ്. എവിടുന്നാ വിശ്വാസ സ്നാനം ഇന്ന് ശിശുസ്നാനമായി മാറിയത്? എവിടുന്നാ അത് സംഭവിച്ചത്? അതിന് തുടക്കം എവിടുന്നാ? സഭയിൽ കടന്നു വന്ന ദുരുപദേശം. ഇന്നും എന്ത് ചെയ്യുന്നു? അതിന് കീഴ്പ്പെട്ടുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുന്നു. ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം സഭയെക്കുറിച്ച് ദൈവം പഠിപ്പിക്കുന്നു. സഭ നിൽക്കുന്നത് 7 അടിസ്ഥാന ഉപദേശങ്ങളിലാണ്. അടിസ്ഥാന ഉപദേശങ്ങളെ മാറ്റുവാൻ ഒരു വ്യക്തിക്കും സാധ്യമല്ല, ഒരു സഭയ്ക്കും സാധ്യമല്ല, ഒരു സംഘടനയ്ക്കും സാധ്യമല്ല, ഏത് വ്യക്തിക്കും അത് സാധ്യമല്ല. ഉപദേശത്തെ മാറ്റുന്നവൻ മാറ്റുന്നത് ദൈവത്തെയാണ് മാറ്റുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഒരു വ്യക്തിയല്ല നിങ്ങൾ മാറ്റുന്നത്, ഒരു സഭയല്ല നിങ്ങൾ മുകളിൽ പിടിക്കുന്നത്, ദൈവത്തെയാണ് മാറ്റുന്നത്. യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ദൈവത്തിന് യാതൊരു മാറ്റവും വരത്തില്ല. ദൈവം എന്തെങ്കിലും കൽപ്പിച്ചുവെങ്കിൽ സത്യസഭ വെളിപ്പെടുന്ന സമയത്ത്, സത്യസഭ വെളിപ്പെടുവാൻ തക്കണം ദൈവം ആഗ്രഹിച്ചപ്പോൾ ദൈവം സഭയ്ക്ക് വ്യവസ്ഥ കൊടുത്തുവെങ്കിൽ, രക്ഷിക്കപ്പെടേണ്ടത് 1ാമത്തെ ആവശ്യമാകുന്നുവെങ്കിൽ, രക്ഷിക്കപ്പെടേണ്ടത് സ്നാനപ്പെടേണ്ടത് 2ാമത്തെ ആവശ്യമാകുന്നുവെങ്കിൽ, സ്നാനപ്പെട്ട വേർപെട്ട ദൈവത്തെ ആത്മാഭിഷേകം പ്രാപിക്കുന്നത് 3ാമത്തെ ആവശ്യമാകുന്നുവെങ്കിൽ, 4ാമത്തെ ആവശ്യം തൊട്ട് ഇത് 3ഉം അടിസ്ഥാനത്തിൽ നിലനിൽക്കുമ്പോൾ മറ്റത് ദിവസം തോറും ഓരോ ദിവസം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. അപ്പസ്തലന്മാരുടെ ആ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നോക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇതാ ഉപദേശം. ദൈവത്തിന്റെ വചനമാത്, ദൈവത്തിന്റെ വചനമാത് പഠിപ്പിക്കുന്നത്, ദൈവത്തിന്റെ വചനമാണ് ഒരു വ്യവസ്ഥ. ആ യേശുവാണത് കൊടുത്തത്. ആ യേശുവിന് മാറ്റമില്ല എങ്കിൽ ഉപദേശത്തിന് ഒരു വ്യക്തിക്ക് പോലും മാറ്റപ്പെടുത്തുവാൻ സാധ്യമല്ല എന്നുള്ളത് ഞാൻ നിങ്ങളെ മനസ്സിലാക്കണം. യേശുവിന് മാറ്റമില്ല. അല്ല എങ്കിൽ യേശുവിന് മാറ്റം വന്നു എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. യേശു ക്രിസ്തുവിന്റെ പ്രത്യേകത, ഹീസ് യൂണിക്. അവന്റെ പ്രത്യേകത എന്ന് പറയുന്നത് യേശുവിന് മാറ്റമില്ല. മാറ്റമില്ല എങ്കിൽ യേശു ക്രിസ്തുവിന്റെ ഉപദേശത്തിന് മാറ്റമില്ല. അതുകൊണ്ട് ആ ദൈവദാസൻ പറയുന്നത്, അന്യമായിരിക്കുന്ന ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചുകൊണ്ട് പോകരുത്. അന്യമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചുകൊണ്ട് പോകരുത്. 9 വിവിധമായിരിക്കുന്ന ഉപദേശം. അതാണ് നമ്മൾ ചിന്തിച്ചത്. സഭായുഗത്തിൽ തന്നെ വിവിധങ്ങളായിരിക്കുന്ന ഉപദേശങ്ങൾ കടന്നു വന്നു. നിങ്ങൾ മനസ്സിലാക്കണം, അന്നത്തെ കാലത്ത് സഭാ പിതാക്കന്മാരെന്ന പേര് പറയുവാൻ കാരണമായി തീർന്നവർ തങ്ങളുടെ ജീവൻ അതിനുവേണ്ടി കൊടുക്കുവാനായിട്ട് ഒരുക്കമുള്ളവരായിരുന്നു. തങ്ങളുടെ ജീവൻ അതിനുവേണ്ടി കൊടുത്തതാണ്. അതുകൊണ്ട് അവരെ സഭാപിതാക്കന്മാരെന്ന് പറയുന്നത്. വിശ്വാസം അവരുടേതായിരിക്കുന്ന ദൈവം കൊടുത്ത ഉപദേശത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യാതൊന്നും സഭയിൽ കടന്നു വരാതെ സഭയെ കാവൽ ചെയ്തത് അവരായിരുന്നു. എന്നാൽ ഇവിടെ താഴെ പറയുന്നു സ്ട്രേഞ്ച് ഡോക്ട്രിൻ, അന്യമായിരിക്കുന്ന ഉപദേശം. രണ്ടാമത്തെ ഭാഗം സ്ട്രേഞ്ച് ഡോക്ട്രിൻസ്. ഗലേഷ്യൻസ് 1:6, ഗലാത്യർ 1-ാമത്തെ വാക്യം.
നിങ്ങളെ വിളിച്ചവനെ വിട്ട് ഇത്ര വേഗത്തിൽ. ശ്രദ്ധിക്കും നിങ്ങൾ ആ വേർഡ്, ഇത്ര വേഗം. പൗലോസിന്റെ ആ ഹാർട്ട് നിങ്ങളത് മനസ്സിലാക്കി. പൗലോസ് ഇത് ചെയ്യുമെന്ന് ചിന്തിച്ചിരുന്നുവോ? ഒരിക്കലുമില്ല. താൻ പഠിപ്പിച്ചു കൊടുത്ത വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുമെന്ന് താൻ ആഗ്രഹിച്ചുകൊണ്ട് നിന്നതായിരിക്കും ജനമാണ്. തൻ്റെ പ്രസൻസ് അവിടെ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ദുരുപദേശത്തിലേക്ക് കടന്നുപോയത്, അന്യമാർക്കൊരു ഉപദേശത്തിലേക്ക് കടന്നുപോയത്. ആ ഉപദേശത്തോടു കൂടെ മറ്റു ചിലത് കൂട്ടിച്ചേർക്കുവാൻ കാരണമായി തീർന്നത് സ്ട്രേഞ്ച് ഡോക്ട്രിൻ. നിങ്ങൾ മനസ്സിലാക്കണം, ആ സ്ട്രേഞ്ച് ഡോക്ട്രിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് ഇത് ചെയ്താൽ വല്ല കുഴപ്പമുണ്ടോ എന്നുള്ളതല്ല. ഇത് ചെയ്താൽ സംഭവിക്കുന്നത് നീ കൃപയിൽ നിന്ന് വീണുപോയി. ഞാൻ പലപ്പോഴും പൗലോസിൻ്റെ ഈ ഒരു ഡിസിഷൻ അതിനെ ഓർത്ത് ഞാൻ ആദ്യമൊക്കെ അത്ഭുതപ്പെടാറുണ്ടായിരുന്നു. ഒരു പക്ഷങ്ങളൊന്ന് കണ്ണടയ്ക്കാമായിരുന്നല്ലോ ഈ ഒരു കാര്യത്തിന് വേണ്ടി. ഇന്ന് ലോകത്തിൽ നമ്മളായിരുന്നെങ്കിൽ പലതിനും കണ്ണടയ്ക്കുന്നുണ്ട്. അതുപോലെ കണ്ണടച്ചിരുന്നുവെങ്കിൽ എന്തായിരുന്നേനെയും സഭയുടെ അവസ്ഥ. വലിയ ഭക്തൻ വരെ, സഭയുടെ മൂപ്പൻ വരെ ജാതികളോടുകൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷിച്ചു. യഹൂദന്മാരെ കണ്ടപ്പോൾ ജാതികളിൽ നിന്ന് വേർപെട്ട് മാറി യഹൂദന്മാരോടുകൂടെ പറ്റിച്ചേർന്നിരുന്ന മനുഷ്യൻ. നിങ്ങൾ മനസ്സിലാക്കണം, പത്രോസിന്റെ ആത്മീയത ആ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എത്രത്തോളം താൻ ആ പ്രിൻസിപ്പലിന് വേണ്ടി നിന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. എ മാൻ ഓഫ് ഡബിൾ മൈൻഡ്, സഭയുടെ നേതാവാണ്. പക്ഷെ ഇവിടെ പൗലോസിനെ നിങ്ങൾ നോക്ക്. പൗലോസിന്റെ ജീവിതത്തിന് പ്രത്യേകത, താൻ ലഭിച്ചതായിരിക്കും ഉപദേശത്തിന് വേണ്ടി ആരോടും മറുപടി പറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ ഉപദേശത്തെ ഏതാണ്ട് ഇതൊരു അറഗൻസി അല്ല, ഇതെന്ന് പറയുന്നത് ആ ഉപദേശത്തെ കാവൽ ചെയ്യുവാൻ തക്കവണ്ണം ഒരു കാവൽ ഭടനായി മാറ്റപ്പെടുന്ന ഒരു പ്രത്യേകതയാണ് നമ്മളിവിടെ കാണുന്നത്. പൗലോസിൻ്റെ ഒരു അറഗൻ നേച്ചർ അല്ലാതെ പിന്നെയോ സഭയിൽ ഒരു കളങ്കം പോലും കടന്നു വരരുത്, ഒരു കാപട്യം പോലും കടന്നു വരരുത്. അതിനുവേണ്ടി എന്തെല്ലാം ഞാൻ ചെയ്യേണ്ടി വന്നാലും, എന്തെല്ലാം ഞാൻ എതിർക്കേണ്ടി വന്നാലും, ആരുടെയൊക്കെ മുൻപിൽ ഞാൻ മോശമാകേണ്ടി വന്നാലും, അത് മോശമായാലും വേണ്ടില്ല, ഉപദേശത്തിൽ കളങ്കമില്ലാതെ നിൽക്കണമെന്നുള്ള തൻ്റെ ആ ഒരു ചിന്ത, ഇതാഗ്രഹം. ഈ ഒരു ആഗ്രഹം കടന്നു വന്നത് ദ പ്യൂരിറ്റി ടുവേർഡ്സ് ഗാഡ്, ദൈവത്തോടുള്ള നിർമ്മലതയാണ് അതിന് കാരണമായി തീർന്നത്. അതാണ് തന്നെ കൊണ്ട് ഈ തീരുമാനത്തിലേക്ക് കൊണ്ടുവന്നത്, ഈ തീരുമാനം എടുപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ പ്രത്യേകമായിരിക്കുന്ന ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരു വലിയ ചുമതലയുണ്ട്. അന്യ ഉപദേശം സഭയ്ക്കകത്ത് കടന്നു വരാതെ സൂക്ഷിക്കേണ്ടത് എനിക്കും നിങ്ങൾക്കും ഉണ്ടത്. ഞാൻ നിങ്ങളത് പ്രൊട്ടക്ട് ചെയ്യേണ്ടവരാ, ഞാൻ നിങ്ങളത് കാവൽ ചെയ്യേണ്ടവരാ. ദൈവത്തിന്റെ ഹിതപ്രകാരം എത്രമാത്രം പരിപാവനമായി ദൈവം സഭയെ ആക്കി വെച്ചിരിക്കുന്നുവോ അതിനനുസൃതമായിട്ട് നിർത്തേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി സ്വർഗത്തിലെ ദൈവം തന്നിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കുക, ഈ വിവിധവും അന്യമായിരിക്കുന്ന ഉപദേശങ്ങൾ അത് ഒരുപക്ഷെ ആ പർട്ടിക്കുലർ സമൂഹത്തിന്റെ മധ്യത്തിൽ അത് വളരെ വിലപിടിപ്പുള്ളതെന്ന് അവർ ചിന്തിക്കുമായിരിക്കുക. പക്ഷേ അതിൻ്റെ ചില പ്രത്യേകതകളെ കുറിച്ച് ആ താഴെ പറയുന്നത്. വീണ്ടും ഒരിക്കൽ കൂടെ 10:13-9 വായിച്ചാട്ട്. പ്രൈസ് ഗോഡ്. എന്ത് പറയുന്നു? വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ച് ഡിസ്ട്രാക്റ്റിംഗ്. അതാ അവിടുത്തെ വലിയ വിഷയം. ഈ അന്യമാർഗ ഉപദേശം എന്ത് ചെയ്യുന്നു? നിങ്ങളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നു. ഈ കഴിഞ്ഞ നാളുകളൊക്കെ നമ്മുടെ ഏക ചിന്ത എന്ന് പറയുന്നത് എങ്ങനെ ദൈവത്തെ സ്നേഹിക്കണമെന്നാ. ഇങ്ങനൊരു കൊച്ചു വിഷയം വന്നു കഴിയുമ്പോൾ പിന്നീട് നമ്മുടെ ചിന്ത ഈ വിഷയം എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്നാ. എന്ത് സംഭവിച്ചു? എൻ്റെ ചിന്താഗതി മാറ്റപ്പെട്ടു.
ദൈവത്തോടുള്ള എൻ്റെ ചിന്ത, യേശുവിനോടുള്ള എൻ്റെ ഭക്തി, യേശുവിനോടുള്ള എൻ്റെ നിർമ്മലത എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. വളരെ ഈസി. അൺവാണ്ടഡ് ആയിരിക്കുന്ന ഒരു കൊച്ചുപദേശം, ഒരുപക്ഷെ ഒരു വെള്ളയുടുപ്പായിരിക്കാം, അല്ലെങ്കിൽ സ്വർണ്ണമാലയായിരിക്കാം, പക്ഷേ അന്യമായിരിക്കുന്ന ഒരു കൊച്ചുപദേശം, ആ ഉപദേശം എൻ്റെ ഉള്ളിൽ കടന്നു വരുമ്പോൾ അത് എൻ്റെ ഉള്ളിൽ ദൈവഭക്തി അല്ല വളർത്തുന്നത്, പിന്നെയോ ദൈവഭക്തിയിൽ നിന്നോ എന്നെ അന്യപ്പെടുത്തുക. പലപ്പോഴും ചിന്തിക്കുമായിരിക്കാം അത് ഭക്തിയുടെ ഒരു പര്യായമല്ലേ. അത് ഭക്തിയുടെ പര്യായമല്ല. ദൈവത്തിന്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്ന ഇപ്രകാരമാണോ? ക്രിസ്തു പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിൽക്കേണ്ടത് ആ സ്വാതന്ത്ര്യത്തിലാണ്. ഞാൻ നിൽക്കേണ്ടത് ആ സ്വാതന്ത്ര്യമാണ് ഞാൻ അനുഭവിക്കേണ്ടത്. എനിക്ക് ലഭിച്ച സ്വാതന്ത്ര്യം മറ്റൊരുത്തിന് എന്നെ അടിമപ്പെടുത്തുവാൻ ഞാൻ ഒരിക്കലും അനുവദിച്ചു കൊടുക്കരുത്. എനിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകൾ ഞാൻ അടിമത്വത്തിലായിരുന്നു. ആ അടിമത്വത്തിൽ നിന്നാണ് ദൈവം എന്നെ വിളിച്ചുകൊണ്ട് വന്നത്. എന്നെ ഇപ്പം സ്വതന്ത്രനാക്കി ദൈവം എന്നെ നിർത്തിയിരിക്കുക. ആ സ്വാതന്ത്ര്യത്തിൽ ഞാൻ നിൽക്കുമ്പോൾ, ആ സ്വാതന്ത്ര്യത്തിൽ നിൽക്കുന്നതായിരിക്കും എനിക്ക് എന്നെ തന്നെ വീണ്ടും ഞാൻ കൊണ്ട് അടിമത്വത്തിലേക്ക് കൊണ്ട് നടത്തുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, എനിക്ക് ലഭിച്ച സ്വാതന്ത്ര്യം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഞാൻ സാധാരണ പറയാറുണ്ട്, അബ്രഹാമിനോട് ദൈവം ചോദിച്ചു, അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ, നിന്റെ ഏകജാതനെ ഞാൻ നിന്നോട് കാണിക്കുന്ന മലയിൽ കൊണ്ട് യാഗം കഴിക്കുക. പക്ഷേ ഇസ്ഹാക്കിന് ഒരു കുഞ്ഞ്, 2 മക്കൾ ജനിച്ചപ്പോൾ ഇസ്ഹാക്കിനോട് ദൈവം അത് പറഞ്ഞില്ല. യാക്കോബിന് 12 മക്കൾ ജനിച്ചപ്പോൾ ആ 12ലും അധികം സ്നേഹിച്ചതായിരിക്കും യോസെഫിനെ കൊണ്ട് യാഗം കഴിക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവം യാക്കോബിനോട് പറഞ്ഞില്ല. അത് അബ്രഹാമിന് കൊടുത്ത നിയമമാ. അബ്രഹാമേ, നീ അത് ചെയ്യണം. ദൈവം നിന്നോടത് കൽപ്പിച്ചു. ദൈവം എന്നോട് എന്തെങ്കിലും വ്യക്തിപരമായി കൽപ്പിച്ചുവെങ്കിൽ 100% ഞാൻ നിവർത്തിക്കുന്നതാണ് എൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. ദൈവം കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമ്പോൾ അനുസരണക്കേട് ആ ജീവിതത്തിൽ കാണുന്നത്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം കൽപ്പിച്ചിട്ടല്ലാതെ മറ്റൊരു വ്യക്തിയുടെ നിർബന്ധം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ചില നിയമങ്ങൾ കൊണ്ടുവരുന്നുവെങ്കിൽ ആ നിയമങ്ങളാണ് എന്നെ ബന്ധിച്ചുകൊണ്ട് നിർത്തുന്നത്. ഇറ്റ് ഈസ് എ ബോണ്ടേജ്. ഫ്രീഡമല്ല. ഇറ്റ്സ് നോട്ട് എ ഫ്രീഡം. പിന്നെ എന്താ അത്? അതൊരു ബന്ധനമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഇന്ന് സംഭവിച്ച ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത്? പെന്തിക്കോസ്ത് ഗോളം ഏതെല്ലാം ലെവലിൽ ഉയർത്തപ്പെട്ടിട്ടുണ്ടോ, പലരും പലതിനകത്ത് ബന്ധിക്കപ്പെട്ട് ഇപ്പോഴും കിടക്കുക. അവരുടെ നാവിൽ കൂടെ കടന്നു വന്നാൽ ആ ബന്ധനത്തിന്റെ വാക്കുകൾ അവർ പറയാനുള്ളത്. അവരെ എന്തിനു വേണ്ടി ബന്ധിച്ച് നിർത്തിയിരിക്കുന്നുവോ അതാണ് അവർ പറയുവാനുള്ളത്. ക്രിസ്തീയ സഭയോട് ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ക്രിസ്തീയ സഭ നോ മോർ ഇൻ ബൈൻഡിങ്സ്. അവർ ബന്ധനത്തിലുള്ളവരല്ല, അവരെ സ്വതന്ത്ര. ദൈവം അവരെ സ്വതന്ത്രരാക്കിയിരിക്കുക. ഈ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും? ഈ കാര്യങ്ങൾ എന്നെ സ്പിരിച്വലി വളർത്തുന്നതല്ല, പിന്നെയോ എന്നെ സ്പിരിച്വലി ബൈൻഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കിയോ? എങ്ങനെയത് സ്പിരിച്വലി ബൈൻഡ് ചെയ്യുന്നത് മനസ്സിലായോ? ഞാൻ അവിടെ കെട്ടപ്പെട്ട് കിടക്കുകയാണെങ്കിൽ, ഇതിനകത്ത് മാത്രം എൻ്റെ കണ്ണ് നിൽക്കുകയാണെങ്കിൽ, ഇത് ചെയ്തെങ്കിൽ മാത്രമേ രക്ഷപ്പെടുത്തുമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അവിടെയാണ് ഞാൻ ബൈൻഡായിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചെയ്തതാ, പക്ഷെങ്കിൽ ക്രിസ്തുവിനോടുള്ള എൻ്റെ ഭക്തി മാറ്റിയിട്ട് എന്നെ കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണം ദൈവത്തിൻ്റെ മക്കൾ. വിവിധങ്ങളായിരിക്കുന്ന ഉപദേശങ്ങൾ, ആചരിച്ചു പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത നിയമങ്ങൾ. ദൈവത്തിന്റെ ദാസൻ ഇവിടെ പറയുമ്പോൾ പറയുന്ന ഭാഗമുണ്ട്, ഭോജന നിയമങ്ങളാൽ അല്ല. ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. നമുക്കെല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.